1975 മുതൽ 1979 വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കംപൂച്ചിയ കംബോഡിയയെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഭരിച്ചു. രാജ്യത്തെ ജനസംഖ്യയുടെ 1/4 പേരെ കൊന്നൊടുക്കിയ വംശഹത്യ നടത്തി. ഏകദേശം 1 ദശലക്ഷം കംബോഡിയക്കാർ രാഷ്ട്രീയ ശത്രുക്കളായോ അവരുടെ വംശീയത മൂലമോ വധിക്കപ്പെട്ടു. മുസ്ലിം, ചാം, വിയറ്റ്നാമീസ്, ചൈനീസ്, തായ്, ലാവോഷ്യൻ വ്യക്തികളെയാണ് ഭരണകൂടം ലക്ഷ്യമിട്ടത്. ഈ വധശിക്ഷകൾക്ക് പുറമെ 10 ലക്ഷം കംബോഡിയക്കാർ പട്ടിണിയോ രോഗമോ അമിത ജോലിയുടെ ക്ഷീണമോ മൂലം മരിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ അരാജകത്വങ്ങൾക്കിടയിലാണ് ഭരണകൂടം ഈ വംശഹത്യ നടത്തിയത്. രണ്ടാം ലോകമഹായുദ്ധത്തെ തുടർന്ന് കംബോഡിയയിലെ രാജാവ് പ്രിൻസ് നൊറോഡോം സിഹാനൂക്ക് ഏകദേശം 90 വർഷത്തെ ഫ്രഞ്ച് കൊളോണിയൽ ഭരണത്തിന് ശേഷം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സംബന്ധിച്ച ചർച്ചകൾ വിജയകരമായി നടത്തി. എന്നാൽ സിഹാനൂക്ക് രാജാവിന്റെ കർശനമായ നയങ്ങൾ പൗരന്മാരുമായി സംഘർഷമുണ്ടാക്കി, പ്രത്യേകിച്ചും തീവ്രവാദികളായ കമ്മ്യൂണിസ്റ്റ് വിമതർ ദീർഘകാലം ഫ്രഞ്ചുകാരെ എതിർക്കുകയും ഇപ്പോൾ രാജകുമാരനെ അട്ടിമറിക്കുന്നതിൽ ശ്രദ്ധ തിരിക്കുകയും ചെയ്തു. കംബോഡിയയുടെ അയൽ രാജ്യമായ വിയറ്റ്നാമിൽ നടക്കുന്ന യുദ്ധം കംബോഡിയയിലെ അസ്ഥിരമായ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കി. കംബോഡിയയുടെ പിന്തുണക്കായി അമേരിക്ക അപേക്ഷിച്ചപ്പോൾ സിഹാനൂക്ക് രാജകുമാരൻ നിഷ്പക്ഷത പാലിക്കാൻ ശ്രമിച്ചു. എന്നാൽ 1970 വടക്കൻ വിയറ്റ്നാമീസ് പോരാളികളെ ലക്ഷ്യമിടാനുള്ള ശ്രമത്തിൽ കംബോഡിയയിലെ പ്രദേശങ്ങളിൽ ബോംബിടാൻ അമേരിക്കൻ സൈനികരെ രാജാവിന്റെ പ്രധാനമന്ത്രി അനുവദിച്ചു. തുടർന്ന് പ്രധാനമന്ത്രി രാജാവിനെ പുറത്താക്കി. ഈ ആക്രമണങ്ങളിൽ ആയിരക്കണക്കിന് കംബോഡിയൻ സിവിലിയന്മാർ കൊല്ലപ്പെട്ടു. അട്ടിമറിക്ക് ശേഷം അധികാരം വീണ്ടെടുക്കാൻ രാജകുമാരൻ തന്റെ രാഷ്ട്രീയ ശത്രുക്കളുമായി സഖ്യമുണ്ടാക്കി. നെൽകർഷകരുടെ വർഗരഹിത സമൂഹമായി തങ്ങളുടെ രാഷ്ട്രത്തെ സ്വപ്നം കണ്ട ഖമർ റൂഷ് എന്നറിയപ്പെടുന്ന കംബോഡിയക്കാരനാണ് കംപൂച്ചിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ചത്. പുറത്താക്കപ്പെട്ട രാജാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കംപൂച്ചിയുമായി സഖ്യമുണ്ടാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതലാളിത്ത പാശ്ചാത്യ സാമ്രാജ്യത്വത്തെ എതിർക്കുകയും രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പൊതുജനങ്ങൾക്ക് അവർ കൂടുതലും അമേരിക്കൻ അനുകൂല സർക്കാരിനെതിരെ പോരാടുന്ന ഒരു ശക്തിയെ പ്രതിനിധീകരിച്ചു. വിനാശകരമായ അമേരിക്കൻ ബോംബിംഗിൽ രോഷാകുലരായും രാജകുമാരന്റെ ആയുധമെടുക്കാനുള്ള ആഹ്വാനത്താൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടവരുമായി നിരവധി കംബോഡിയക്കാർ ഖമർ റൂഷിനെ പിന്തുണച്ചു. ഒടുവിൽ ആഭ്യന്തരയുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 5 വർഷത്തെ ക്രൂരമായ പോരാട്ടത്തിൽ 1/2 ദശലക്ഷത്തിലധികം കംബോഡിയക്കാർ മരിച്ചു. 1975 ഏപ്രിലിൽ വിമതർ തലസ്ഥാനമായ നോം പെൻ കീഴടക്കിയപ്പോൾ അക്രമം അവസാനിച്ചില്ല. തലസ്ഥാനം പിടിച്ചടക്കിയ ശേഷം മുൻ സർക്കാരുമായി ബന്ധമുള്ള എല്ലാവരെയും വധിക്കാൻ ഖമർ റൂഷ് ഉത്തരവിട്ടു. ഖമർ റൂഷുമായി സഖ്യത്തിലുണ്ടായിരുന്ന സിഹാനൂക്ക് രാജാവിനെ അധികാരം പിടിച്ചടക്കിയപ്പോൾ ഖമർ റൂഷ് തന്നെ വീട്ടുതടങ്കലിലാക്കി. ഖമർ റൂഷ് നഗരവാസികളെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് നിർബന്ധപൂർവം ഒഴിപ്പിക്കാൻ തുടങ്ങി. കാൽനടയായി യാത്ര ചെയ്യാൻ കഴിയാത്തവർ ഉപേക്ഷിക്കപ്പെട്ടു. നടന്നു തളർന്നവർ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. എണ്ണമറ്റ കുടുംബങ്ങളെ വേർപെടുത്തി. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ഓരോ പൗരനും ഒരേ ഡ്രസ് അഥവാ യൂണിഫോം നിർബന്ധമാക്കി. കൂടാതെ ഒരേ രീതിയിലുള്ള മുടിവെട്ടും നിർബന്ധമാക്കി. സ്വകാര്യ സ്വത്ത്, പണം, മതം എന്നിവ നിയമവിരുദ്ധമാക്കി. എല്ലാവരും കൂട്ടായ കാർഷിക മേഖലകളിൽ, പ്രത്യേകിച്ച് നെൽവയലുകളിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാവുകയും ചെയ്തു. പുതിയ കാർഷിക തൊഴിലാളികൾ അസാധ്യമായ അളവിൽ അരി ഉൽപ്പാദിപ്പിക്കുമെന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം പ്രതീക്ഷിച്ചിരുന്നു. ക്വാട്ടകൾ നിറവേറ്റാൻ കഴിയുന്നില്ലെങ്കിൽ പ്രാദേശിക നേതാക്കൾ കൊല്ലപ്പെടും. ആഹാരം കിട്ടാതെയും അമിത അധ്വാനത്താലും മലേറിയയും പോഷകാഹാരക്കുറവും മൂലം ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. ഈ സംവിധാനം നടപ്പിലാക്കുന്ന ഖമർ റൂഷ് അംഗങ്ങൾ സുരക്ഷിതരായിരുന്നില്ല. പ്രതീക്ഷിച്ച നിരക്കിൽ അരി ഉൽപ്പാദിപ്പിക്കാൻ
അവരുടെ പദ്ധതി പരാജയപ്പെട്ടപ്പോൾ ഖമർ റൂഷ് നേതൃത്വം പരിഭ്രാന്തരായി. വിപ്ലവത്തെ അട്ടിമറിക്കാൻ ആഭ്യന്തര ശത്രുക്കൾ ശ്രമിക്കുന്നതായി അവർ വിശ്വസിച്ചു. ഭീഷണിയായി കരുതുന്ന ആരെയും അവർ അറസ്റ്റ് ചെയ്ത് വധിക്കാൻ തുടങ്ങി. ഏതാണ്ട് 4 വർഷത്തോളം ഈ ക്രൂരമായ കമ്മ്യൂണിസ്റ്റ് ഭരണം തുടർന്നു. ഒടുവിൽ 1979 ഖമർ റൂഷ് അംഗങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്ന വിയറ്റ്നാമീസ് സൈനികർ രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഈ രാഷ്ട്രീയ പ്രക്ഷോഭം 1990കൾ വരെ അവസാനിക്കാത്ത മറ്റൊരു ആഭ്യന്തര യുദ്ധത്തിന് കാരണമായി. തുടർന്നുള്ള വർഷങ്ങളിൽ ക്രൂരതയ്ക്കിരയായവർക്കും അവരുടെ കുടുംബങ്ങൾക്കും നീതി ലഭിക്കാനുള്ള എളുപ്പവഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഹൈബ്രിഡ് UN കംബോഡിയൻ ട്രിബ്യൂണൽ 2003 സ്ഥാപിതമായി. പക്ഷേ അത് ഖമർ റൂഷിൽ ഏറ്റവും ഉയർന്ന നേതൃസ്ഥാനങ്ങളിലുള്ളവരെ മാത്രം വിചാരണ ചെയ്തു. താഴെ തട്ടിലുള്ള ഖമർ റൂഷ് അംഗങ്ങളും കോടതിയിൽ ഹാജരായി, പക്ഷേ അവരെ വിചാരണ ചെയ്തില്ല. ഖമർ റൂഷിലെ താഴെ തട്ടിലുള്ളവർ മാപ്പുസാക്ഷികളായി. തങ്ങളുടെ നേതാക്കളുടെ കുറ്റകൃത്യങ്ങൾ സാധ്യമാക്കിയ ക്രൂരമായ വ്യവസ്ഥിതിയെക്കുറിച്ചുള്ള വിവരം അവർ ട്രിബ്യൂണലിന് നൽകി. മറ്റ് കംബോഡിയക്കാരെ പോലെ മിക്ക ഖമർ റൂഷ് അംഗങ്ങൾക്കും പട്ടിണിയും അമിത ജോലിയും കാരണം കുടുംബം നഷ്ടപ്പെട്ടു. ഇന്ന് പല കംബോഡിയക്കാരും വംശഹത്യയെ വംശീയ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടത്തിയ ഒന്നായി മാത്രം കാണുന്നില്ല. മാത്രമല്ല, മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ആസൂത്രിതമായ ആക്രമണമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഈ ആസൂത്രിതമായ കൂട്ടക്കൊല നടത്തിയിട്ടും 2021 വരെ ആകെ 3 പേർക്ക് മാത്രമേ ജയിൽ ശിക്ഷ ലഭിച്ചിട്ടുള്ളൂ.